അപ്പൂപ്പ, നമ്മുടെ പള്ളി എപ്പോഴാണ് ഇവിടെ വന്നത്? ആ മോനെ, 500 വർഷം മുമ്പുള്ള ഇടവക സമൂഹത്തിന്റെ വിശ്വാസ ചരിത്രമാണ്. അന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഈ തീരപ്രദേശത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിന് വരികയും അവിടെയുള്ള പൂർവികരെ ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തി വിശ്വാസത്തിന്റെ സന്ദേശം നൽകുകയും ചെയ്തു. മാദ്രെ ദെ ദേവോസ് എന്ന പേരിൽ ഒരു ഇടവക സമൂഹമായി ഈ കൂട്ടായ്മ രൂപം കൊണ്ടു. ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷം ഫാദർ മൈക്കിൾ മൊന്തേറോ പഴയ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. ഫാദർ ഗുഡിഞ്ഞോയുടെ കാലത്ത് ദേവാലയ നിർമ്മാണം ദ്രുതഗതിയിലായി. നമ്മുടെ അമ്മമാർ ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ വേളിമലയിൽ നിന്നും തലച്ചുമടായി കൊണ്ടുവന്നിരുന്നു. 1937 ഫാദർ മൈക്കിൾ ജോൺ വികാരിയായിരുന്നപ്പോൾ പഴയ ദേവാലയത്തിന്റെ പണി പൂർത്തിയായി. നാടിന്റെ ഈ കഠിനമായ അധ്വാനത്തിന് പിന്നിൽ പൂർവികരുടെ ക്രിസ്തുവിലുള്ള തീവ്രമായ വിശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ക്രിസ്തുരാജനും അപ്പോഴാണ് വന്നത്? അല്ല മോനെ, പഴയ ദേവാലയം പൂർത്തീകരിച്ച 5 വർഷങ്ങൾക്ക് ശേഷം ഫാദർ ഹിലാരി അച്ഛന്റെ പൗരോഹിത്യ സ്വീകരണ സ്മരണയ്ക്കായി ചമ്പക്കുളത്തെ പ്രഗത്ഭരായ ശില്പികളെ കൊണ്ട് നിർമ്മിച്ച തേജസ്സുറ്റ ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ജലമാർഗം കെട്ടുവള്ളത്തിൽ ചമ്പക്കുളത്ത് നിന്നും വർക്കല തുരങ്കത്തിലൂടെ വേളിയിൽ എത്തി. അവിടെ നിന്നും കൈച്ചുമടായി ഇടവക ജനങ്ങൾ ഈ പുണ്യഭൂമിയിൽ ക്രിസ്തുരാജനെ എത്തിച്ചു. അന്നു മുതൽ ഈ പ്രദേശം അനുഗ്രഹത്തിന്റെ പുണ്യഭൂമിയായി. ഈ പുണ്യഭൂമിയിലേക്ക് ജാതി മത ചിന്തകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശവുമായി അനുഗ്രഹദായകനായി ക്രിസ്തുരാജൻ നിലകൊള്ളുന്നു. പഴയ ദേവാലയത്തിന്റെ അതേ സ്ഥാനത്ത് നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ശില്പചാരുതയോടും പരമ്പരാഗതമായ ശൈലിയിലും പുതിയ ദേവാലയം നിർമ്മിച്ചു. 2018 കൂദാശ ചെയ്യപ്പെട്ടു. ക്രിസ്തു ഈ ദേവാലയത്തിന്റെയോ പ്രദേശത്തിന്റെയോ മാത്രം രാജാവല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെയും രാജാവ് എന്ന മഹത്തരമായ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുരാജത്വ തിരുനാളിനായി നമുക്കൊരുങ്ങാം. ഈ വർഷത്തെ ക്രിസ്തുരാജത്വ തിരുനാൾ 2025 നവംബർ 14 മുതൽ 23 വരെ മാദ്രെ ദെ ദേവോസ് ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. എല്ലാ തീർത്ഥാടകരെയും ഭക്തജനങ്ങളെയും ക്രിസ്തുരാജ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പൂപ്പ, എനിക്ക് ക്രിസ്തുരാജനെ കാണാൻ തോന്നുന്നു.